നമസ്കാരം, മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 4 റോഡുകൾ നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. അന്തിക്കാട് മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രികനായ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. മഹാരാഷ്ട്ര സ്വദേശി അക്ഷയാണ് പരാതി നൽകിയത്. കുതിരാനിൽ ദിവസങ്ങളായി ജനവാസ മേഖലയെ മുൾമുനയിൽ നിർത്തി കാട്ടാന. വീടിന് നേരെ ആക്രമണം നടത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 4 റോഡുകൾ നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. വല്ലച്ചിറ പഞ്ചായത്ത് 2ാം വാർഡിൽ 7 ലക്ഷം രൂപ ചെലവഴിച്ച നാഗത്ത് റോഡ്, 6ാം വാർഡിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച ഞെരുവിശ്ശേരി അമ്പലം റോഡ്, 5ാം വാർഡിൽ 3,10,10,000 രൂപ ചെലവഴിച്ച മദീദ് റോഡ്, 9, 10 എന്നീ വാർഡുകളിലായി 4,80,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ലോനപ്പൻ മാസ്റ്റർ റോഡ് എന്നിവയാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. KK രാമചന്ദ്രൻ MLA റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഈ ചെറിയ റോഡുകൾക്കൊക്കെ പണം നൽകി അവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ദുരിതപൂർണമായ യാത്രയായിരിക്കും അവിടേക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഇവിടെയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. അത് കൃത്യമായി ഉപയോഗിച്ച വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് അധ്യക്ഷനായി. റോഡുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നിരവധി റോഡുകൾ നമുക്ക് ഗ്രാമീണ റോഡുകൾ, അതായത് വളരെ ശോചനീയമായി കിടക്കുന്ന നിരവധി വീടുകൾ ഉള്ള പ്രദേശത്തേക്ക് റോഡുകൾ നിർമ്മിക്കുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടി ടാർ ചെയ്തതും കോൺക്രീറ്റ് ചെയ്തതും അതുപോലെ തന്നെ ടൈൽസ് പാകിയതുമായിട്ടുള്ള റോഡുകൾ നിരവധി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓരോ പ്രദേശത്തെയും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള റോഡ് എന്നുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് MLA മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ TK ശങ്കരനാരായണൻ, PS നിഷ, സന്ധ്യാകുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NT സജീവൻ, മെമ്പർമാരായ CR മദനമോഹനൻ, രതിദേവി, TB സുബ്രഹ്മണ്യൻ, ബെന്നി തെക്കിനിയത്ത് എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രികനായ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. മഹാരാഷ്ട്ര സ്വദേശി അക്ഷയാണ് പരാതി നൽകിയത്. വാടാനപ്പള്ളിയിൽ ഗോൾഡ് പോളിഷിംഗ് സ്ഥാപനം നടത്തുന്ന മഹാരാഷ്ട്ര സ്വദേശി അക്ഷയാണ് തന്റെ കൈവശമുണ്ടായിരുന്ന 3 ലക്ഷം രൂപ കാറിലെത്തിയ സംഘം തട്ടിയെടുത്തതായി പറയുന്നത്. ചാഴൂർ മുതൽ അക്ഷയ് സഞ്ചരിച്ചിരുന്ന ബൈക്കിനെ പുറകിലുണ്ടായിരുന്ന കാർ യാത്രികർ പിന്തുടർന്നിരുന്നു. പിന്നീട് മുറ്റിച്ചൂരിൽ വെച്ച് കാറിലുണ്ടായിരുന്നവർ തന്റെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയും പണം തട്ടിയെടുക്കുകയുമായിരുന്നുവെന്ന് അക്ഷയ് പറഞ്ഞു. പണം തട്ടിയെടുത്ത സംഘം ഉടൻ തന്നെ കാറിൽ രക്ഷപ്പെട്ടതായും ഇയാൾ പറയുന്നു. സംഭവത്തിൽ അക്ഷയെ അന്തിക്കാട് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുതിരാനിൽ ദിവസങ്ങളായി ജനവാസ മേഖലയെ മുൾമുനയിൽ നിർത്തി കാട്ടാന. വീടിന് നേരെ ആക്രമണം നടത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. കുതിരാനിലെ ജനവാസ മേഖലയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കാട്ടാന ഇറങ്ങിയത്. റോഡിലൂടെ നടന്നു നീങ്ങിയ കാട്ടാന ഒരു വീടിനു നേരെ ആക്രമണം നടത്തിയിരുന്നു. ജനങ്ങളുടെ ആശങ്ക ഉയർന്നതിനു പിന്നാലെ കാട്ടാനയെ തുരത്താനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് അധികൃതരും കടന്നു. ആദ്യം വയനാട്ടിൽ നിന്ന് കുംകിയാനകളെ സ്ഥലത്തെത്തിച്ചു. വിക്രം, ഭരത് എന്നീ ആനകളെയാണ് വനംവകുപ്പ് കുതിരാനിൽ എത്തിച്ചത്. നാട്ടിലിറങ്ങിയ ഒറ്റയാനയെ കുംകിയാനകൾ മുഖേന കാട്ടിലേക്ക് തുരത്തിവിട്ട് സോളാർ വേലി സ്ഥാപിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. കാട് കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതും വനംവകുപ്പിന്റെ പരിഗണനയിലുണ്ട്.
കുതിരാനിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി മാത്രം 4 തവണയാണ് കാട്ടാന മേഖലയിൽ ഇറങ്ങിയത്. പട്ടി കുരച്ചതോടെ പ്രകോപിതനായ കാട്ടാന വീടിനു നേർക്ക് പാഞ്ഞടുക്കുകയായിരുന്നു. അതിവേഗം ഓടിയെത്തിയ കാട്ടാന വീടിന് മുൻഭാഗത്തെ ഷെഡ് തകർത്തു. കാട്ടാന ജനവാസ മേഖലയിൽ തമ്പടിച്ചതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഇന്നലെ ഇവിടെയാണ് സംഭവിച്ചത്. സംഭവം ഇന്നലെ ആദ്യത്തെ ഒരു പ്രാവശ്യം വന്ന് ഭയങ്കര ഒച്ചപ്പാട് കൂടി ഉണ്ടാക്കി ആന കടന്നുപോയി. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ പട്ടി പ്രകോപിതനായ കാരണം പട്ടി കുറച്ച് ഇപ്പോൾ പട്ടിയൊക്കെ പേടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ആന വന്നത് ഈ തൂണാണ്. ഈ തൂണ് തള്ളി മറിക്കുകയും പട്ടിയെ ഓടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമതും വന്നു. പിന്നെ നമുക്ക് ഉറക്കമില്ലല്ലോ. പിന്നെ ഒരു 3 മണി കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ വന്നു. 4 തവണ ഇന്നലെ രാത്രിയിൽ വന്നിട്ടുണ്ട്, വെളുപ്പിൻ്റെ അടക്കം. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. കൂടാതെ പട്രോളിംഗ് നടത്തുകയായിരുന്ന വനംവകുപ്പിന്റെ ജീപ്പും ആന തകർത്തിരുന്നു. കുതിരാനിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയ സംഭവത്തിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സ്ഥലം സന്ദർശിച്ചിരുന്നു. അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് നാട്ടുകാർക്ക് മന്ത്രി ഉറപ്പു നൽകി. ഇതിനു പിന്നാലെയാണ് വയനാട്ടിൽ നിന്ന് കുംകിയാനകളെ എത്തിച്ച് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടങ്ങിയത്. അന്തിക്കാട് കല്ലിട വഴി പുത്തൻ കോവിലകം ലിങ്ക് റോഡ് നാടിന് സമർപ്പിച്ചു. MLAയുടെ 10 ലക്ഷം രൂപയുടെ പ്രാദേശിക വികസന ഫണ്ടും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടായ 6 ലക്ഷവും ചേർത്താണ് നിർമ്മാണം. CC മുകുന്ദൻ MLA റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. MLAയുടെ 2022-23 വർഷത്തെ പ്രാദേശിക വികസന പദ്ധതിയിൽ നിന്ന് 10 ലക്ഷം രൂപയും പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കൃഷ്ണകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, പഞ്ചായത്ത് അംഗങ്ങളായ ശരണ്യ രജീഷ്, ജ്യോതി രാമൻ, സരിത സുരേഷ്, ലീന മനോജ്, മിനി ആൻഡോ, മിൽന സ്മിത്ത്, അനിത ശശി, TP രഞ്ജിത് കുമാർ, റോഡ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂൾ നിർമ്മാണത്തിന് തുടക്കമായി. 1 കോടി രൂപയാണ് സ്കൂൾ നിർമ്മാണത്തിനായി ചിലവഴിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗം ശാക്തീകരിക്കുന്ന വിദ്യാകിരണ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 1 കോടി രൂപ അനുവദിച്ചത്. CC മുകുന്ദൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CK കൃഷ്ണകുമാർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, വാർഡ് മെമ്പർമാരായ മിനി ആൻഡോ, TP രഞ്ജിത്ത്, CPM അന്തിക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV രാജേഷ്, BJP അന്തിക്കാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബിജു അണ്ടേഴത്ത്, PTA പ്രസിഡന്റ് VJ പ്രസീൽ, പ്രധാനാധ്യാപിക രമ ഗോപിനാഥ്, MPTA പ്രസിഡന്റ് സിനി ഷോബി, SMC ചെയർപേഴ്സൺ റിൻഷ ജനീഷ്, PTA വൈസ് പ്രസിഡന്റ് പ്രജിത പ്രശാന്ത്, മുൻ പ്രധാനാധ്യാപിക PV ഷൈനി, മുൻ അധ്യാപിക AV ബീന, സ്റ്റാഫ് സെക്രട്ടറി KG ലിറ്റി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് ഏർപ്പെടുത്തിയ ഉജ്ജ്വല ബാലം പുരസ്കാരം നേടിയ പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥി KG ദേവിയാന് ആദരം. അധ്യാപകർ, സ്കൂൾ PTA, MPTA, SMC എന്നിവർ ചേർന്നാണ് ആദരമൊരുക്കിയത്. ET ടൈസൺ MLA ദേവിയാനുള്ള ആദരം നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, PTA പ്രസിഡന്റ് ER ജോഷി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരിഞ്ഞനം പഞ്ചായത്തും ദേവിയാന് ഉപഹാരം സമ്മാനിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയിലെ തളിർ ഗ്രൂപ്പ് പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിലായിരുന്നു വിതരണം. ET ടൈസൺ MLA വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ശീതകാല പച്ചക്കറി കൃഷി നടപ്പാക്കുമെന്ന് MLA പറഞ്ഞു. തളിർ ഗ്രൂപ്പ് ചെയർമാനും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ TK ചന്ദ്രബാബു അധ്യക്ഷനായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് മുഖ്യാതിഥിയായി. പ്രധാന അധ്യാപിക CT സംഗീത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സായിദ മുത്തുക്കോയ, ER ഷീല, വാർഡ് മെമ്പർ സ്നേഹദത്ത്, സ്കൂൾ മാനേജർ PS ശ്രീജിത്ത്, PTA പ്രസിഡന്റ് സനിത ഷാജി, ADM റിസ്മോൺ സൈമൺ, പെരിഞ്ഞനം കൃഷി ഓഫീസർ നാനു ഗോപാൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം 3 പീടിക ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം നിർമ്മാണത്തിന് തുടക്കമായി.
4 കോടി രൂപ ചിലവിൽ 3 നിലകളിലായാണ് നിർമ്മാണം. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും ദീർഘകാല സ്വപ്നമായിരുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം E.T. ടൈസൺ MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയായി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ 3 പീടിക മാർക്കറ്റിനോട് ചേർന്നുണ്ടായിരുന്ന പഴയ കെട്ടിടം കാലപ്പഴക്കത്താൽ തകർന്നിരുന്നു. തുടർന്ന് ഇവിടെയുണ്ടായിരുന്ന വ്യാപാരികളെ ഒഴിപ്പിക്കുകയും കെട്ടിടം പൊളിച്ചു നീക്കുകയുമായിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വികസനം മുൻനിർത്തി സർക്കാർ കയ്പമംഗലം മണ്ഡലത്തിൽ നടത്തിയ നവകേരള സദസ്സിൽ പഞ്ചായത്ത് ഭരണസമിതി അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 കോടി രൂപ ചെലവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ നൽകിയത്. സ്ഥലത്തിന്റെ മണ്ണ് പരിശോധന ഇതിനകം പൂർത്തിയായിരുന്നു. 3 നിലകളിലായി 20,600 ചതുരശ്രയടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിക്കുക. നിർമ്മാണത്തിന് LSGD ചീഫ് എഞ്ചിനീയറുടെ സാങ്കേതികാനുമതിയും ഇതിനകം ലഭ്യമായി. പഴയ മാർക്കറ്റിന്റെ തനിമ നിലനിർത്തുന്ന വിധത്തിൽ 1-ാം നിലയിൽ കടമുറികളും ഓഫീസ് മുറികളും 2 കോൺഫറൻസ് ഹാളും ഉൾപ്പെടെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സായി നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് LSGD എഞ്ചിനീയറിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് നിർവഹണ ചുമതല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൈദ മുത്തുക്കോയ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, ഗ്രാമപഞ്ചായത്ത് അംഗം സുജ ശിവരാമൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഹർഷകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് റഫീഖ്, വ്യാപാരി ഏകോപന സമിതി പ്രസിഡന്റ് MKM ഇക്ബാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിൽ പൊതുക്കളിസ്ഥലം യാഥാർത്ഥ്യമാകുന്നു. 16-ാം വാർഡിൽ 55 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിൽ കളിസ്ഥലം ഒരുങ്ങുന്നത്. കയ്പമംഗലം പഞ്ചായത്തിൽ പൊതുകളിസ്ഥലത്തിനായി 1.5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. ഫുട്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, 2 മിനി ഷട്ടിൽ കോർട്ട് എന്നിവയാണ് നിർമ്മിക്കുക. കളിസ്ഥലത്തിനോട് ചേർന്ന ടോയ്ലറ്റ് ബ്ലോക്ക്, മഴവെള്ളം ഒഴുകിപ്പോകാനായി കാന എന്നിവയും നിർമ്മിക്കുന്നുണ്ട്. PG കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 12 മാസമാണ് നിർമ്മാണ കാലാവധി. കയ്പമംഗലം തായ് നഗർ പരിസരത്ത് നടന്ന ചടങ്ങിൽ E.T. ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷയായി. PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ശകുന്തള റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PA ഇസ്ഹാഖ്, PA ഷാജഹാൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുരേഷ് കൊച്ചുവീട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഗിരീഷ് മോഹൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെങ്ങിണിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവി ക്ഷേത്രത്തിൽ തുലാം മാസത്തിലെ മംഗല്യസിദ്ധി പൂജ ഈ മാസം 11-ന് ചൊവ്വാഴ്ച നടക്കും. മംഗല്യവരതയും അഭീഷ്ടവരദായിനിയുമായ ദേവിക്ക് തുലാം മാസത്തിലെ പൂയം നക്ഷത്രത്തിലുള്ളതാണ് മംഗല്യസിദ്ധി പൂജ. നെടുമംഗല്യ പൂജ, സർവൈശ്വര്യ പൂജ, ഐക്യമത്യ പൂജ, ഭൂമി പൂജ തുടങ്ങിയ വിശേഷാൽ പൂജകളും അന്നേ ദിവസം നടക്കും. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടക്കുക. ഉച്ചയ്ക്ക് 12 മണിക്ക് അമൃത ഭോജനവും ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് 9446277702 എന്ന വാട്സപ്പ് നമ്പറിലും 9447991586 അല്ലെങ്കിൽ 048722777702 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 4 റോഡുകൾ നാടിന് സമർപ്പിച്ചു. KK രാമചന്ദ്രൻ MLA പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. അന്തിക്കാട് മുറ്റിച്ചൂരിൽ കാറിലെത്തിയ സംഘം ബൈക്ക് യാത്രികനായ ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് 3 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. മഹാരാഷ്ട്ര സ്വദേശി അക്ഷയാണ് പരാതി നൽകിയത്.
കുതിരാനിൽ ദിവസങ്ങളായി ജനവാസ മേഖലയെ മുൾമുനയിൽ നിർത്തി കാട്ടാന. വീടിന് നേരെ ആക്രമണം നടത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താൻ വനംവകുപ്പ് ശ്രമം തുടങ്ങി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.